മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരെയൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതിനായി അവർ എല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ. ഖുർആനിലെ അധ്യായം 12 106 വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു: അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. എന്നുവെച്ചാൽ മിക്ക ജനങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവനെ ആരാധിക്കുക, മറ്റാരെയും അവനിൽ പങ്കുചേർക്കാതിരിക്കുക. ഇതാണ് ശരി. ഷിർക്ക് എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാണ്. അറബി ഭാഷയിൽ ഷിർക്ക് എന്നാൽ പങ്കാളികളെ സ്വീകരിക്കുക എന്നാണ്. അള്ളാഹുവോടൊപ്പം പങ്കാളികളെ ഏർപ്പെടുത്തുന്നതിനാണ് ഇസ്ലാമിൽ ഷിർക്കിന്റെ നിർവചനം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം. നിങ്ങൾ തൗഹീദിന്റെ ഏതെങ്കിലും ഇനത്തിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾ ഷിർക്ക് ചെയ്തു. ഖുർആനിലെ അധ്യായം 4 48 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: തന്നോട് പങ്കുചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കുചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഇസ്ലാം തൗഹീദിൽ വിശ്വസിക്കുന്നു. തൗഹീദ് എന്നാൽ ഏകീകരണം എന്നാണ്. ഏകത്വം ഉറപ്പിച്ചു പറയുക എന്നാണ് അർത്ഥം. വഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. ഏകീകരിക്കുക എന്നാണ് അതിനർത്ഥം. വെറും ഏകദൈവ വിശ്വാസമല്ല, മറിച്ച് തൗഹീദിലാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്. തൗഹീദിന്റെ 3 ഇനങ്ങളുണ്ട്: തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ അസ്മ വസിഫാത്ത്, തൗഹീദുൽ ഇബാദ. തൗഹീദുൽ റുബൂബിയ്യ എന്ന ആദ്യത്തെ ഇനത്തിന്റെ നിർവചനമെന്നത് രക്ഷിതാവിലുള്ള ഏകത്വമാണ്. രക്ഷിതാവ്, പരിപാലകൻ എന്നൊക്കെ അർത്ഥം വരുന്ന റബ്ബ് എന്ന പദത്തിൽ നിന്നുമാണ് തൗഹീദുർ റുബൂബിയ്യ എന്നതിന്റെ ഉത്ഭവം. ഈ ലോകത്തെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അള്ളാഹുവാണ്. അവനിൽ എല്ലാം ആശ്രയിക്കുന്നു. അവൻ എല്ലാത്തിൽ നിന്നും നിരാശ്രയനാണ്. അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം നിലനിർത്തുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഇനത്തിന് അസ്മാഉ വസിഫാത്ത് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള ഏകത്വം നിലനിർത്തുന്നതിന് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് എന്ന് പറയുന്നു. ഇതിനെ 5 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. 1. അല്ലാഹ് സ്വയം നൽകിയിട്ടുള്ള നാമങ്ങൾ മാത്രമേ നിങ്ങൾ അവന് നൽകുവാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ അവന് നൽകുവാൻ സാധ്യമല്ല. അല്ലാഹു അൽ ഗാദിബ് അഥവാ കോപിക്കുന്നവൻ എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധ്യമല്ല. അള്ളാഹു കോപിക്കുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ടെങ്കിലും അള്ളാഹു സ്വയം നൽകിയിട്ടുള്ള നാമമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് നൽകിയിട്ടുള്ള നാമമോ അല്ലത്. 2. അള്ളാഹു സ്വയം വ്യാഖ്യാനിച്ചിരിക്കുന്നത് പോലെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വ്യാഖ്യാനമോ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും നൽകുവാൻ സാധിക്കൂ. നിങ്ങൾക്ക് സ്വന്തം വ്യാഖ്യാനം നൽകുവാൻ സാധിക്കില്ല. അവയുടെ അർത്ഥം എന്തുതന്നെയായാലും ശരി, അത് സ്വീകരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടാന്ത രൂപമായ വ്യാഖ്യാനങ്ങൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾക്ക് നൽകുവാൻ സാധിക്കില്ല. 3. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഗുണങ്ങൾ അള്ളാഹുവിന് നൽകുവാൻ സാധ്യമല്ല. അള്ളാഹു മറക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. അത് അവന്റെ സൃഷ്ടികളുടെ ഗുണമാണ്. അള്ളാഹുവിന് പിഴവ് സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ചില വേദങ്ങളിൽ ദൈവത്തിന് പിഴവ് സംഭവിച്ചുവെന്ന് പറയുന്നു. ഇവയൊക്കെ അവന്റെ സൃഷ്ടികളുടെ ഗുണങ്ങളാണ്. 4. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് നൽകുവാൻ സാധ്യമല്ല. അനശ്വരനും അനന്തനുമായ ഒരാളെ എനിക്കറിയാം എന്ന് നിങ്ങൾ പറയാവതല്ല. ഇവയൊക്കെ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. 5. അള്ളാഹുവിന്റെ നാമങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് നൽകുമ്പോൾ അബ്ദ് എന്ന പദമില്ലാതെ നൽകുവാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് അവൻ അർ റഹീം ആണെന്ന് പറയുവാൻ സാധ്യമല്ല. അബ്ദുർ റഹീം അഥവാ പരമകരുണാനിധിയുടെ അടിമ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അബ്ദിന് ശേഷം അള്ളാഹു എന്ന പദമല്ലാതെ മറ്റൊന്നും ചേർക്കാൻ സാധ്യമല്ല. പ്രവാചകന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുർ റസൂൽ എന്ന നാമം നിങ്ങൾക്ക് നൽകുവാൻ സാധ്യമല്ല. ഇത് അനുവദനീയമല്ല. ഇത് തൗഹീദുൽ അസ്മ വസിഫാത്ത് എന്ന രണ്ടാമത്തെ വിഭാഗത്തിന് വൈരുദ്ധ്യമാവുന്നു. 3-ാമത്തെ വിഭാഗം ആരാധനയിലെ ഏകത്വം നിലനിർത്തുക എന്നതാണ്. സേവിക്കുക, അടിമ, ദാസ്യം എന്നൊക്കെ അർത്ഥം വരുന്ന അബ്ദ് എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഇബാദ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. മറ്റാരെയും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലെ ഏകത്വം നമ്മൾ നിലനിർത്തേണ്ടതാണ്.
തൗഹീദ് അൽ ഇബാദ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലെ ഏകത്വം നിലനിർത്തണം എന്നതാണ്. നിങ്ങൾ തൗഹീദിന്റെ ആദ്യത്തെ 2 ഇനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് കരുതുക. തൗഹീദ് റുബൂബിയ അഥവാ അള്ളാഹു രക്ഷിതാവാണെന്നും പരിപാലകനും സൃഷ്ടാവുമാണെന്നും അംഗീകരിക്കുന്നു. അതുപോലെ സ്രഷ്ടാവ് തുടങ്ങിയ ഏറ്റവും നല്ല നാമവിശേഷണങ്ങൾ അവന് നൽകുകയും ചെയ്യുന്നുവെന്ന് കരുതുക. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ തൗഹീദിൽ വീഴ്ച വരുത്തി കഴിഞ്ഞു. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആനിലെ 10-ാം അധ്യായത്തിലെ 31-ാം വചനത്തിൽ മക്കയിലെ ബഹുദൈവാരാധകരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: പറയുക, ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നതാരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നതാരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതുമാരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമാരാണ്? അവർ പറയും അല്ലാഹു എന്ന്. അപ്പോൾ പറയുക, എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അതിനർത്ഥം മക്കയിലെ ഈ അറബി ബഹുദൈവാരാധകർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നുവെന്നാണ്. അതായത് അവർ അവരുടെ രക്ഷിതാവിനെ അള്ളാഹു എന്ന് വിളിക്കുകയും അവന് ഉത്കൃഷ്ടമായ നാമങ്ങൾ നൽകുകയും വിശേഷണങ്ങൾ നൽകുകയും തൗഹീദ് റുബൂബിയയും തൗഹീദ് അൽ അസ്മാ വസിഫാത്തുമൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർ അള്ളാഹുവിന് പുറമെ മറ്റു വസ്തുക്കളെയും ആരാധിച്ചിരുന്നു. ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ഖുർആനിലെ അധ്യായം 43 87-ാം സൂക്തത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും: ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹു എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ ആരാധിച്ചുകൊണ്ട് വ്യതിചലിക്കപ്പെടുന്നത്? അപ്പോൾ ആദ്യത്തെ 2 ഇനങ്ങൾ പാലിച്ചാൽ മാത്രം പോരെന്ന് നമുക്ക് മനസ്സിലായി. തൗഹീദിന്റെ 3 ഇനങ്ങളും ഒരേ സമയം പിൻപറ്റുന്നതാണ് പ്രധാനം. നിങ്ങൾ തൗഹീദിന്റെ ഏതൊരു ഇനവും ലംഘിച്ചാലും അതിന് ശിർക്ക് എന്ന് പറയും. ശിർക്ക് എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാണ്.